ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കളുടെ കാര്യം രസകരമാണ്. അവർ പറയുന്നത് എല്ലാ ആളുകൾക്കും, അതായത് കേൾക്കുന്നവർക്കെല്ലാം കോമഡി ആയി തോന്നിയാലും അവർ പറയുന്നതിലെ വിവരക്കേടും വിഡിത്തവും അവർക്ക് മാത്രം മനസ്സിലാവില്ല. അതായത് മുമ്പേ ഞാൻ കേട്ട ഒരു കഥയാണ്. 20 കാളകൾ വരി വരിയായി നടന്നു പോകും. ഒന്നാമത്തെ കാളയുടെ പുറകുഭാഗം വൃത്തികേടാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാള ചിരിക്കും. രണ്ടാമത്തെ കാളയുടെ പുറംഭാഗം കണ്ട് മൂന്നാമത്തെ കാളയും. അങ്ങനെ വരി വരിയായിട്ട് എല്ലാ കാളകളും മുമ്പിലുള്ള കാളയുടെ പിൻഭാഗം കണ്ട് പരിഹസിച്ച് ചിരിക്കുക. ഒടുവില് ഏറ്റവും പുറകിലുള്ള കാളയുണ്ടല്ലോ, ആ അട്ടഹസിക്കാണ്. ആ സമാധാനം, എന്റെ പുറകുവശത്തെ വൃത്തികേട് മാത്രം ഒരാളും കണ്ടില്ല, പക്ഷെ ലോകം കാണുന്നതാണ്. ലോകം മുഴുവനും ഇവരുടെ വിവരക്കേടുകൾ കണ്ടു മനസ്സിലാക്കി പൊട്ടിച്ചിരിച്ച് ട്രോളിയാലും ശരി, അതൊരു അംഗീകാരമായി കാണുന്ന ഏക വിഭാഗം ഞമ്മന്റെ ആളുകളാണ്. ഈ മുത്തലാഖിന്റെ ഒക്കെ വിഷയം വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എവിടെ മുത്തലാഖോ? അപ്പോ ഞാൻ ചർച്ചയ്ക്കിരിക്കുന്നത് എന്റെ കൂടെ ഓതുള്ള അതെ, മുസ്ലിം പുരുഷന്മാരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തന്ത്രമാണിത് എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ മുത്തലാഖ് പറയുന്നില്ലെങ്കിൽ പിന്നെ ജയിലുകൾ നിറയും. വിവരക്കേട് പറയുമ്പോൾ അതിന് കയ്യും കാലം വെക്കാമോ? അപ്പോ നമ്മളങ്ങനെ